കേരളത്തിൽ നല്ല എവിടെയും നിയമം ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ അഴിമതി നടക്കുന്നത്. അപ്പം എനിക്കൊരുറപ്പുണ്ട്, ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഭദ്രാസനത്തിൽ ആ, ഒരു വൈദികനെ സംബന്ധിച്ച് ഒരു അച്ചടക്ക നടപടി ആവശ്യം വന്ന ഒരു സമിതിയുടെ ആവശ്യമില്ല. ഞാനത് എൻ്റെ അധികാരത്തിനുള്ളിൽ ചില കാര്യങ്ങളുണ്ട്, ഇവിടെ ഉണ്ടായിട്ടുമുണ്ട്. പരാതി വന്നു, ബോധ്യപ്പെട്ടു, 24 മണിക്കൂറിനകം കൽപ്പന എഴുതി കൈകൊടുക്കും. അപ്പം അതിന് ഞങ്ങൾ ചെയ്യേണ്ടി ഇപ്പം ഞാനിവിടെ ഒരു സമിതിയെ വെച്ചോണ്ട് വീണ്ടും ഇത് ഡിലേ ചെയ്യാന്നല്ല വല്ലതും നടക്കും. പക്ഷെ നമ്മുടെ പല ഭദ്രാസനങ്ങളിലും അത് അത് പല രീതിയിലാണ്. ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പല രീതിയിലാണ്. അതിൻ്റെ പുറത്തു വരുന്ന വാർത്തകൾ ഒന്നായിരിക്കും, പക്ഷെ അതിൻ്റെ യാഥാർത്ഥ്യം മറ്റൊന്നായിരിക്കും. അപ്പം കൃത്യമായി അത് അന്വേഷിച്ച് ഒരു പരാതി വന്നാൽ അതിന് നടപടി എടുക്കേണ്ടത് ആ സമയത്ത് തന്നെ എടുക്കുകയും അല്ല അതിനെ പിന്നെ സാധൂകരിച്ച് അവരെ ചേർത്ത് നിർത്തേണ്ടതാണെങ്കിൽ അങ്ങനെ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു തിരുമേനി പറഞ്ഞ പോലെ തിരുമേനിമാർക്ക് അതിൻ്റെ ഭദ്രാസന മെത്രാപ്പൊലീത്തമാർക്ക് അതിനുള്ള അധികാരമുണ്ട്, പക്ഷെ അതാരും ചെയ്യുന്നില്ല. അല്ല, അതിനകത്തുള്ള അത് തന്നെ ഞാൻ പറഞ്ഞത്. നമ്മൾ ഇതിനകത്ത് ഈ വൺ മോർ ലെയർ ഓഫ് കോംപ്ലിക്കേഷൻ ഡസൻ ഹെൽപ്പ് ദ സൊല്യൂഷൻ. അപ്പം ഞാൻ പറയുന്നത്, ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ കാതോലിക്കോസ് ഷുഡ് ഹോൾഡ് മീ അക്കൗണ്ടബിൾ. ഒന്ന്, ന്യായമായിട്ട് എൻ്റെ ഉത്തരവാദിത്വത്തിനെ കുറിച്ച് തന്നെ എനിക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്നോട് തന്നെ. ഇപ്പം അപ്പം ആ അക്കൗണ്ടബിലിറ്റിക്ക് ഉപരി ബാബാ തിരുമേനി എന്നെ വിളിച്ച് ചോദിക്കാൻ സാധിക്കണം, മെത്രാച്ച എന്തോ അവിടെ നടക്കുന്നത്, ഇതിങ്ങനെ നടത്തിയാൽ ഞാൻ ഈ കൽപ്പന എഴുതി തന്നത് അച്ഛനെ അല്ല മെത്രാച്ചനെ മൂലയ്ക്ക് ഇരുത്തേണ്ടി വരും എന്ന് പറയേണ്ട അപ്പൊ അല്ലെങ്കിൽ എനിക്ക് അതിന്റെ മോളിൽ സിനോടി പോകാം. അപ്പം ഇതിന് ഈ ലെയറിലെല്ലാം തന്നെ ഉത്തരവാദിത്വ നിർവഹണത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകളായി പ്രശ്നങ്ങളല്ല. അപ്പൊ അതിന് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, എന്നെ വിമർശിക്കുന്നതിന് പകരം നമുക്ക് അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന് പറയും. അതിന് പകരം മെത്രാച്ചൻ ചെയ്യുന്ന കാര്യം ചൊവ്വല്ലെന്ന് പറയാൻ, മുഖത്ത് നോക്കി പറയാൻ സാധിക്കാത്തതുകൊണ്ട് പറ്റുന്ന ഒരു ബുദ്ധിമുട്ടായത്. അപ്പം അതുപോലെ തന്നെ ഭദ്രാസന കൗൺസിലാണെങ്കിലും അവർക്കും ഉണ്ട് അക്കൗണ്ടബിലിറ്റി രണ്ട് വശത്തോട്ടും. അപ്പം ആ ഒരു രീതിയിൽ പലപ്പോഴും എനിക്ക് സുന്നോദോസ് തൊട്ട് എല്ലാ കമ്മിറ്റിയിലും ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന ഒരു നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുന്നോദോസ് ഇപ്പം കൊച്ചു കൊച്ചു വിഷയം വന്നിട്ട് സുന്നോദോസിലോട്ടും ഉണ്ട്. ഇത് അവിടെ തീർക്കേണ്ട മാമോദിസ വിഷയം വരെ ചിലപ്പോൾ ആരെങ്കിലും പരാതി അയച്ചു സുന്നോദോസിൽ, ഇത് അവിടെ മെത്രാജൻ തീർക്കേണ്ട വിഷയം അവിടെ തീർത്ത് വിട്ടാൽ ചെറിയ കാര്യങ്ങൾ പോലും എന്നാ വലിയ കാര്യം ഇട്ട് വരത്തൂല. ഇപ്പം പുതിയ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, കേരളത്തിൽ പുതിയ ഗവൺമെൻറ്റൊക്കെ അധികാരത്തിൽ വന്നിരിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു, സഭാതർക്കം അതിനെക്കുറിച്ച് അത് രമ്യമായി പരിഹരിക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കാണുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്ത മനസ്സിലുണ്ടെന്നുള്ളത്. അത് എത്രത്തോളം അത് പ്രാബല്യത്തിലാകാൻ സാധ്യതയുണ്ട്? ഇതിനകത്തുള്ള ഈ രമ്യമായും നന്നായും സഭാതർക്കം പരിഹരിക്കപ്പെടരുതെന്ന് ആഗ്രഹമുള്ള ആരെയും ഞാനിതുവരെ കണ്ടിട്ടില്ല. എല്ലാവർക്കും പരിഹരിക്കപ്പെടണമെന്നാണ്. എല്ലാവരും പരിഹരിക്കപ്പെടണമെന്നും എല്ലാവർക്കും അത് നന്നായി പോകണമെന്നും ആഗ്രഹം. പിന്നെ ഇതിനകത്തുള്ള തർക്കം വരുന്ന മുഴുവൻ ഇത് എങ്ങനെ പരിഹരിക്കുന്നു. അപ്പൊ ഈ പരിഹാരം സംബന്ധിച്ച് എല്ലാവർക്കും അവരുടേതായ അഭിപ്രായമുണ്ട്. ഏത് തർക്കം സംബന്ധിച്ചും ഒരു അതിര് തർക്കം തൊട്ട് റോഡ് തർക്കം തൊട്ട് എല്ലാത്തിനും തർക്കമുണ്ട്. ഈ നാട്ടിലുണ്ടായ ഒരു സംഭവമാണ്, ഒരാൾ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഒരാളുടെ വീട്ടിൽ കുറെ നമ്മളെ ഈ GI പൈപ്പ് മേടിച്ച് അവരുടെ വീട്ടിലെ പണിക്കിട്ടിരുന്നു. ഒരാളത് കട്ടോണ്ട് പോയി. ഈ കട്ട അവനെയും പിടിച്ചു. അപ്പം നാട്ടുകാരൊക്കെ കൂടി അവസാനം നമ്മുടെ നാട്ടിലെ രീതിക്ക് ഉടനെ ഇതിനകത്തൊരു മധ്യസ്ഥ ചർച്ച വന്നു. പിന്നെ ഒരാൾ പറഞ്ഞു, അവൻ ഇത്രയും മെനക്കെട്ട് കട്ടോണ്ട് പോയതല്ലേ, അവൻ എന്തേലും ഒന്ന് കൊടുത്തങ്ങ് കിട്ടേരെ. അല്ല, അവൻ അത്രയും കഷ്ടപ്പെട്ടതല്ല, നിങ്ങളുടെ സാധനം അത് തിരിച്ചെടുത്തു, പക്ഷെ അവൻ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അവൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തേരെ. ഈ രീതിയിലും ചർച്ച ചെയ്യുക. അപ്പൊ ഇപ്പം നമ്മൾ ഇതിനകത്തുള്ള ഒരു നിങ്ങളുടെ ഈ സഭാതർക്കം സംബന്ധിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ള, അന്ത്യോക്യ പാത്രീസിനെ തള്ളണമെന്നുമില്ല, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടാൻ പാടില്ല, അതിന് തനതായ ഒരു ഇതുണ്ട്. എന്ന് തുടങ്ങിയതാണേലും ഏതായാലും 19-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 18-ാം നൂറ്റാണ്ട് തൊട്ട് വ്യക്തമായിട്ട് നമുക്കൊരു ബന്ധമുണ്ട്.
അപ്പൊ ആ ബന്ധത്തിൽ ഇത്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഉദാഹരണം 58 മുതൽ 74 വരെ വലിയ കുഴപ്പമില്ലാതെ പോയൊരു ബന്ധമാണല്ലോ. അപ്പം അപ്പം ഈ പലപ്പോഴും മറ്റ് സഭാ മധ്യസ്ഥന്മാരുമായിട്ടുള്ള ചർച്ചയെ പോലും ഞാനിത് പങ്കുവച്ചിട്ടുണ്ട്. ഈ അപ്പം ഈ അടുത്ത കാലത്ത് ഒരു മറ്റൊരു സഭാതലവന്റെ സാന്നിധ്യം വന്ന ചർച്ചയിൽ ഞങ്ങളൊരു വീഡിയോ കോളിലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം അവര് ഈ കോടതി വിധിയാണ് അവര് ഹൈലൈറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു കോടതി വിധി അവിടെ നിൽക്കട്ടെ, ഈ കോടതി വിധി എന്തിനാണ് ഇതൊരു കേസായെന്നൊന്ന് ചിന്തിച്ചേ. അപ്പം ആ കേസ് തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പൊ ഇപ്പം ബെന്നി ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചു വരുമ്പം മുഖ്യമന്ത്രി തീർക്കണമെന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ദിയോസ്കോറോസ് തിരുമേനിയുടെ മറ്റൊരു പ്രസ്താവനയും കണ്ടു, അതിനെ സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞാൻ അത് മുമ്പേ പറഞ്ഞിടത്ത് തന്നെ വീണ്ടും നിൽക്കുന്നു. മലങ്കര സഭയുടെ തർക്കം മാന്യമായിട്ടും സമാധാനപരമായിട്ടും തീരണം എന്ന ആഗ്രഹമില്ലാത്ത ഞാൻ ഈ വിഷയത്തിൽ അന്ത്യോക്യ പാത്രീസ് തൊട്ട് രണ്ട് കക്ഷിയിലുമുള്ള ധാരാളം മെത്രാച്ചന്മാർ, രണ്ട് കക്ഷിയിലുള്ള തീരെ ജൂനിയേഴ്സ് മെത്രാച്ചന്മാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ഞാനുമായിട്ട് വളരെ അടുത്ത സുഹൃത്ത് ബന്ധമുള്ളവരുമാണ്. അപ്പൊ അവരും ഒക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിച്ചപ്പോഴൊന്നും ആർക്കും ഇതിനെക്കുറിച്ചൊരു തർക്കമില്ല. പിന്നെ ഞാൻ മുമ്പേ ചോദിച്ച പോലെ, ഈ പറഞ്ഞ പോലെ ഈ ഇത്രയും മെനക്കെട്ട് ഞങ്ങൾ കട്ടുകൊണ്ട് പോയ സാധനത്തിന് ഞങ്ങൾക്ക് ഒരു പാരിതോഷികം വേണ്ടയോ എന്നുള്ള ഒരു ചോദ്യം ഇതിന്റെ അടിയിൽ കിടപ്പുണ്ട്. കുടിയെടുപ്പ് അവകാശം പോലെ. അല്ല കുടിയെടുപ്പ് എന്ന് പറയുന്നതിന് അതിനകത്ത് വേറൊരു അവകാശമാണ്. അത് സത്യത്തിൽ കുറച്ചുകൂടെ ന്യായമുള്ള ഒരു അവകാശമാണ്. പക്ഷെ ഇത് തീരേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം. തീർച്ചയായിട്ടും അതെ. ഒന്നാമത് ഈ പലപ്പോഴും നമ്മൾ ഈ ഓവർ സിംപ്ലിഫിക്കേഷൻ ഓഫ് ദി സിറ്റുവേഷൻ ഉണ്ട്. അപ്പം ഒന്നാമത് നമ്മൾ ആരും തന്നെ ഇതിനെ ഒരു പ്രശ്നത്തിന്റെ ഗൗരവത്തിൽ എടുക്കുന്നില്ല. അതിനെ ഈ പറഞ്ഞ പോലെ അത് ഒന്നുകിൽ നമ്മുടെ ഭാഗത്തു നിന്ന് പാത്രീസിനെ അടക്കം കുറെ പേരെ ചീത്ത വിളിക്കും, ഈ മറുഭാഗത്ത് നിന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് കുറെ ചീത്ത വിളിക്കുന്നതല്ല, വിഷയത്തിന്റെ അടിസ്ഥാനത്തിലേക്കോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ തീർക്കണം എന്നുള്ളതിനെ കുറിച്ച് ആരും ചിന്തിക്കാം. ചുരുക്കത്തില് സഭാതർക്കം തീർക്കണമെന്ന് തന്നെയാണ് തിരുമേനിയുടെ ആഗ്രഹം, നമ്മുടെ മലങ്കര സഭയുടെ ആഗ്രഹം, അപ്പം മറുവിഭാഗത്തിന്റെ ആഗ്രഹം. പക്ഷെ അത് ഏത് രീതിയിലാണ് എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ഉള്ളൊരു തർക്കം. അല്ലാതെ ഏത് കൊച്ചു വഴക്കിലും അതല്ലേ. ഇപ്പൊ നമ്മുടെ ബെന്നിയുടെ വീടിന്റെ പറമ്പിൽ അപ്പുറത്ത് നമ്മളൊരു അതിര് തർക്കം ഉണ്ടായി. രണ്ടു പേർക്കും തർക്കം തീരണമെന്നാണ്. പക്ഷെ ആ തീരുന്നത് അവൻ പറയും ഞാൻ വേലി മാറ്റി കുത്തിയെടുത്ത് വെച്ച് തീർക്കണം. ബെന്നി മാറ്റി കുത്താത്തോണ്ട് ബെന്നി പറയും അതിന്റെ ഒറിജിനൽ അതിര് വെച്ച് തീർക്കണം. തർക്കം തീരണമെന്നാണല്ലോ രണ്ടുപേരുടെ ആഗ്രഹം. അത് എന്തായാലും മുഖ്യമന്ത്രിയുടെ വി.ഡി. സതീശന്റെ ആ ഒരു അദ്ദേഹം ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം സഹകരിക്കാനും തയ്യാറാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം എവിടെ വരെ പോകുന്നു. കഴിഞ്ഞ ഒരു 10 വർഷം നമുക്ക് നഷ്ടപ്പെട്ടു. 10 വർഷവും നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പരിഹരിക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് കേട്ടു. പുതിയൊരു ബില്ല് കൊണ്ടുവരുന്നു, ചർച്ച ബില്ല് കൊണ്ടുവരുന്നു. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നമ്മൾ ഇപ്പൊ ശ്രമിക്കുന്ന പല കാര്യങ്ങളും 70കളിൽ തർക്കം തുടങ്ങിയപ്പോൾ തൊട്ട് ശ്രമിച്ച് പരാജയപ്പെട്ടു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഇത് കോടതിയിലെത്തുന്നത്. ഈവൻ സുപ്രീം കോടതിയിലെ ഫൈനൽ സ്റ്റേജിൽ പോലും അവര് ചോദിച്ചു 2017 മുമ്പുള്ള ആ ഘട്ടത്തിൽ, ഇതിന് വരുന്നതിന് മുമ്പ് ഘട്ടത്തിൽ സുപ്രീം കോടതി തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് ഇത് ഒരു ആർബിട്രേഷൻ വഴിയോ വല്ലതും തീർത്തു പോവുകയാണ്. അന്ന് സത്യത്തിൽ പാത്രീസ് കക്ഷിയാ പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടതല്ല, ഞങ്ങൾക്ക് കോടതിയിൽ പരിപൂർണ വിശ്വാസമാണ്, കോടതി തീരുമാനിച്ചത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഇപ്പോഴും ഞാൻ പറയുന്നപ്പോ നമ്മളിതിനൊരു ഇപ്പം എന്നോട് ഇനി പേരുകളൊന്നും ഞാൻ പറയുന്നില്ല. പൗലോസ് സിംബാവയുടെ സമയത്ത് PM ഓഫീസിൽ നിന്നൊന്ന് പറഞ്ഞ് എങ്ങനെയോ എൻ്റെ അടുത്തെത്തി. ഈ ഒരു അന്നത്തെ ഒരു റിട്ടയർഡ് സീനിയർ IAS ഉദ്യോഗസ്ഥൻ വേറൊരാള് പറഞ്ഞതനുസരിച്ച് എന്നെ വിളിച്ചു. ഞാൻ ഭാവമായിട്ട് സംസാരിച്ചു. അപ്പൊ ഞാൻ അന്ന് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്, ഇന്ത്യ രാജ്യത്തെ നിയമവും കോടതി വിധികളനുസരിച്ചു തീർത്തു, നമുക്കിതിനൊന്നും വിരോധമുള്ളതല്ലേ. കോടതിയിൽ പൂർണ്ണ വിശ്വാസം അവരർപ്പിച്ച അത് തന്നെയല്ലേ. ഇനി ഇന്ത്യ ജീവിക്കുന്ന ഒരുത്തന് ഇന്ത്യയിലെ കോടതി വിധി ഞാൻ അംഗീകരിക്കുകയില്ല
ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇതിന്റെ ഒരു നിങ്ങളുടെ ഞാനിപ്പോഴും ഇതൊക്കെ ഇതിന്റെ സാങ്കേതിക വശം പറയുന്നു എങ്കിൽ പോലും ഇത് സമാധാനം വരണം. വേണം. അതൊരു ക്രൈസ്തവ ദൗത്യത്തിന്റെ ഭാഗമാണ്, സഭയുടെ ദൗത്യത്തിന്റെ ഭാഗമാണ്. നമ്മളിങ്ങനെ വഴക്ക് പിടിച്ച് പരസ്പരം സംഘർഷത്തിൽ നിൽക്കുന്നതൊരു സാക്ഷ്യമല്ല, പ്രതിസാക്ഷ്യം. നമുക്ക് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റും? ഇപ്പൊ തന്നെ നമ്മുടെ ഒരു പുതിയ തലമുറ, ഞാനിപ്പം 70 എന്ന് പറയുമ്പോൾ ഇപ്പൊ 70 ജനിച്ച ഒരു പയ്യന് ഇപ്പൊ 50 വയസ്സായി. അപ്പൊ അവനെ സംബന്ധിച്ചുള്ള ഇതിനകത്ത് ജനിച്ചു 50 വയസ്സുള്ള വരുന്ന ഈ കക്ഷി വഴക്കിനകത്ത് ജനിച്ചു വളർന്നു വരുത്താൻ. ഇനി അവന്റെ കാലത്തൊന്നും നടന്നില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം. അതിനൊരു പരിസമാപ്തി ഉണ്ടാകട്ടെ. നല്ലൊരു തീരുമാനം ഉണ്ടായി ഇത് വഴക്കും വയ്യാവലിയൊക്കെ തീർന്ന് സമാധാനമായി ഒരു പായിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഇരു കൂട്ടർക്കും കഴിയട്ടെ എന്ന് നമുക്ക് സമാധാനിപ്പിച്ച നമുക്ക് അതനുസരിച്ച് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ ഒരു കാര്യം കൂടെ തിരുമേനി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നോർത്ത് ഈസ്റ്റ് ഭദ്രാസനം തിരുമേനി ഇതിൻ്റെ ചുമതലയിലേക്ക് വരുന്ന സമയവും ഇപ്പോഴത്തെ സമയവും, ആ രണ്ട് കാലഘട്ടത്തിന് ഇപ്പം തിരുമേനി ഇപ്പം പൂർണ്ണ അധികാരത്തിൽ ഈ ഭദ്രാസനം ഭരിക്കുകയാണ്. നമ്മളുടെ വിശ്വാസികൾ നമുക്ക് വിട്ടുപോയിട്ടുണ്ടോ അതോ കൂടി വന്നിട്ടുണ്ടോ? അവരുടെ മനോഭാവം എങ്ങനെയാണ് അന്നുണ്ടായിരുന്നത് ഇന്നും? ഈ വലിയ കൊഴിഞ്ഞുപോക്കലൊന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും പറഞ്ഞ അവൻ പെന്തിക്കോസിൽ പോയെന്നോ മറ്റോനിങ്ങനെ ഇവിടുത്തെ ഒരു പ്രതിഭാസം ഉണ്ടല്ലോ, ഇന്റർ ഡിനോമിനേഷണൽ എന്നൊക്കെ പറയുന്ന പോയെന്നോ പറയുമ്പം വേറെ 4 പേര് ഏതെങ്കിലും വശത്തൂടെ തിരിച്ചു വരുന്നുമുണ്ട്, പോയവർ തന്നെ ചിലരൊക്കെ തിരിച്ചു വരുന്നുണ്ട്, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. എനിക്കൊരു കമ്പാരിറ്റീവ് ഇത് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സ്ഥിരം ആണ്ടിൽ 2 പ്രാവശ്യമെങ്കിലും നാട്ടിൽ വരുന്നത് കൊണ്ട് തന്നെ ഈ വിശ്വാസപരമായ കാര്യത്തിൽ ഇവിടെ കുറച്ചുകൂടെ ഒരു തീക്ഷ്ണത ഉള്ളതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ഒരു കാരണം എനിക്ക് തോന്നുന്നത് സോഷ്യോളജിക്കൽ റീസൺസ് ആണ്. ഈ പ്രവാസി സമൂഹത്തിന് എപ്പോഴും ഇതിനോടൊരു പ്രത്യേക പ്രതിപത്തിയുണ്ട്. കാരണം നാട് വിടുമ്പം അവരുടെ നമ്മുടെ ആ ഒറിജിനൽ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറി വരുമ്പോൾ ഈ സാധനം ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. അപ്പൊ ആ ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഞങ്ങള് ഈ വിശ്വാസ പഠനത്തിനും ഒക്കെ കൂടുതൽ എംഫസിസ് കൊടുക്കുന്നത് അത് ഇടവപ്പള്ളികൾ കേന്ദ്രീകരിച്ചും ഒക്കെ വരുന്നതിന്റെ ഒരു പ്രയോജനം കാണുന്നുണ്ട് നാട്ടിലുള്ളത് ഈ കൂടുതൽ. യൂത്ത്സ് വരുമ്പോൾ അവര് ഇപ്പം നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം യുവജനങ്ങൾ പള്ളിയിൽ വരുന്നതൊക്കെ വളരെ കുറവാണ്. പല പള്ളികളിലും യുവജന സഖ്യമില്ല, യുവജന പ്രസ്ഥാനമില്ല. പല പള്ളികളിലും സൺഡേ സ്കൂൾ പോലും വളരെ ചുരുങ്ങി വളരെ ദുർബലമായി. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ എങ്ങനെയാണ് ഇത് രണ്ടും? ഇപ്പം ഒന്നാമത് നമ്മുടെ സഭയെ നിലനിർത്തേണ്ടത് വരുന്ന ഒരു ഭാവി അവരുടെ കയ്യിലാണ്, യൂത്തിൻ്റെ കയ്യിലാണെന്ന് വിശ്വസിക്കുന്ന ഒരു ആളുകളാണ് നമ്മളൊക്കെ. അപ്പൊ ഇവിടെ അത് കൂടിയൊരു കൂടുതലാണോ അതോ അവരൊക്കെ ഒഴിഞ്ഞു നിൽക്കുകയാണോ? അങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നില്ല. പിന്നെ ഈ നാട്ടിൽ കുറയാനുള്ള ഒരു കാരണം ഈ മൈഗ്രേഷൻ. ഇപ്പം നമ്മുടെ ഒരു നാട്ടുപുറത്ത് നിങ്ങളുടെ അവിടെ ഞാൻ എൻ്റെ ഇടവപ്പള്ളി മേപ്രാപ്പള്ളിയാ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു തീരെ കൊച്ചു പിള്ളേരുടെ എണ്ണം കുറഞ്ഞു, യുവാക്കളില്ല. പിന്നുള്ളത് ഒരു 60 മുകളിൽ ഒക്കെ ഉള്ളവരാ, റിട്ടയർഡ്. ആ റിട്ടയർമെന്റ് പോലും നമ്മുടെ റൂറൽ കമ്മ്യൂണിറ്റീസിൽ കുറഞ്ഞു. അവര് പോലും ഇപ്പം ഞങ്ങളുടെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഗൾഫിലൊക്കെ ഇവിടെ ഒന്നും വന്നവര് തിരിച്ച് മേപ്രാപ്പുള്ള സ്ഥലം, നേരത്തെ കേരളത്തിലേക്ക് വരാറില്ല. ഈ ഗൾഫിലൊക്കെ പോയൊരു പലരും തിരിച്ചു വന്നവര് മേപ്രായുടെ തൊട്ടടുത്തുള്ള ഒരു സെമി ഏർബൻ അല്ലെങ്കിൽ ചെറിയൊരു നഗരം എന്ന് പറയുന്നത് തിരുവല്ല, അവരവിടെ പോയി സെറ്റിൽ ചെയ്യും. തിരിച്ച് മേപ്രായ്ക്ക് വരാതെ കുറച്ചുകൂടെ ടൗണിലോട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഫ്ലാറ്റ് മേടിക്കും. എന്നാൽ മേപ്രാപ്പള്ളിയുടെ ഇടവക അംഗത്വം സൂക്ഷിക്കുകയും ചെയ്യും, കാരണം 4 മൈലേ ഉള്ളൂ. അപ്പൊ അങ്ങനൊക്കെയുള്ള നമ്മുടെ വില്ലേജസിൽ ഒരു ശൂന്യതയുണ്ട്. ഇപ്പം എനിക്ക് തന്നെ അവിടെ 2 വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. അപ്പൊ അങ്ങനെ പലർക്കും ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിൽ പുതിയോട്ട് കുടുംബത്തിലെ നല്ലൊരു പങ്കും അവിടെ പൂട്ടിയിട്ടിരിക്കുക.
അപ്പൊ ആ ഒരു സാഹചര്യം കേരളത്തിൽ മൊത്തം ഉണ്ട്. ഇപ്പം ബെന്നി മുമ്പേ സൂചിപ്പിച്ച ഈ എന്നാ യുവജന സഖ്യമില്ലായ്മ, സൺഡേ സ്കൂളിൽ പിള്ളേരില്ലായ്മയൊക്കെ ഇതിന്റെ ഭാഗം കൂടെ. അപ്പൊ ഇവിടെ ഈ പുതിയ വരുന്ന ഇപ്പം എനിക്ക് തോന്നുന്ന ഒരു 3000 പേരുള്ള ഒരു ഇതില് 12,000 സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഞങ്ങൾക്കുണ്ട് ഭദ്രാസനത്തിലുണ്ട്. അപ്പൊ അങ്ങനൊക്കെയുള്ള അതൊരു 12 ക്ലാസ് വരെ ഇതിനകത്ത് പോകുന്നുണ്ട്. അത് ഇച്ചിരി ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ക്രമമായിട്ടുള്ള ഒരു സൺഡേ സ്കൂളും അതിനകത്ത് വേറെന്നുള്ളത്, നാട്ടിലെ ഒരു കാലത്ത് ഞങ്ങൾ നാട്ടിലെ സൺഡേ സ്കൂൾ ടെക്സ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിപ്പിക്കുക. ഇവിടെ തന്നെ ഈ 2 ഭദ്രാസനവും UK യൂറോപ്പും കൂടെ ചേർന്ന് ഞങ്ങളൊരു തറോ റിവിഷൻ ഈ സിലബസ് തന്നെ പുതിയ സിലബസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ താഴത്തെ തട്ടിലൊക്കെ ആയി. അപ്പൊ ഞാൻ നാട്ടിലെ സൺഡേ സ്കൂൾ അസോസിയേഷനായിട്ട് ആലോചിച്ച് പറയിച്ചൊക്കെ പറഞ്ഞത്, നിങ്ങളുടെ റിസോഴ്സസ് വെച്ച് നിങ്ങൾ ഡെവലപ്പ് ചെയ്തോ, ഞങ്ങൾ അവിടെ അത് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാമെന്ന. അപ്പം അങ്ങനെ പലതിലും ഞങ്ങൾ ഇവിടെ ഒരു പയനിയേഴ്സായിട്ട് ലീഡർഷിപ്പ് കൊടുക്കുന്നുണ്ട്. അത് തന്നെയല്ല സെമിനാരി സ്റ്റുഡൻസും ഈ നാട്ടിൽ വരുന്ന പിള്ളേരെ ഞാൻ കുറച്ച് കാണിക്കുകയല്ല, ഹൈലി പ്രൊഫഷണൽസ് ക്വാളിഫൈഡ് പിള്ളേർ ഇവിടെ വരുന്നു. ഇവിടെ പള്ളികളൊക്കെ പല പള്ളികളിലും ആവശ്യത്തിന് വൈദികരില്ല എന്നുള്ള ആവശ്യത്തിന് ഇല്ലെങ്കിലും അത്യാവശ്യത്തിനുണ്ട്. അത്യാവശ്യത്തിനേ ഉള്ളൂ, അത് മതിയെന്നുള്ളതാ. കാരണം ഇത് എണ്ണം കൂട്ടിയോണ്ട് കാര്യമൊന്നുമില്ല. ഈ പല പള്ളികളിലൊക്കെ കൂടുതൽ ആളുകളുള്ള പള്ളികളിലൊക്കെ ഒരച്ഛന് ഇപ്പം യഥാർത്ഥത്തിൽ സഹവികാരിയൊക്കെ കൊടുക്കാവുന്ന അല്ല, പലയിടത്തും കൊടുക്കുന്നുണ്ട്. പള്ളിക്കാര് സാമ്പത്തിക ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് പറയുന്നിടത്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ പള്ളിക്കാര് ഞങ്ങൾക്ക് എണ്ണം കൂടുതലാണ്, ഞങ്ങൾക്ക് ഒരു അച്ഛനെയും കൂടെ വേണം എന്ന് പറയുന്നുണ്ട്. ശരി, ശമ്പളം കൊടുക്കാവൂന്ന് ചോദിക്കുമ്പോൾ മേലെന്ന് പറയും.